ൊക്കെ സ്വീകരിക്കുന്നതൊക്കെ കണ്ടു. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും പഠന മികവ് പുലർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും, സ്പോർട്സിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അക്കാദമിക് വിഷയങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ സാധാഗതിയിൽ വീട്ടിൽ നിന്ന് പോയി സ്കൂളുകളിൽ പോയി പഠിച്ചു വരുന്ന അതേ കുട്ടികളെ അതേ കാര്യങ്ങളൊക്കെ പുലർത്തിക്കൊണ്ട് ഒപ്പം കൃത്യമായിട്ട് ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളത്. പടച്ച തമ്പുരാൻ നമ്മയൊക്കെ ഭൂമിയിലേക്ക് അയച്ചത് കേവലം നമുക്ക് സൂഹിക്കാൻ വേണ്ടിയല്ല. കുറെ സമ്പാദ്യം ഉണ്ടാക്കി കുറെ ദുനിയാവിൽ ആഘോഷിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയല്ല പടച്ച തമ്പുരാൻ നമ്മെ ഇങ്ങോട്ട് അയച്ചത്. പടച്ച തമ്പുരാന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അതിനു വേണ്ടിയാണ് ജിന്ന് വർഗത്തെയും മനുഷ്യവർഗത്തെയും ഒക്കെ ഞാൻ സൃഷ്ടിച്ചത്. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. റബ്ബിനെ ആരാധിക്കുക എന്നുള്ളതാണ് പടച്ച തമ്പുരാൻ ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും ഒക്കെ സൃഷ്ടിക്കാൻ കാരണം. അപ്പം നമ്മുടെ കഴിവുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആഡംബരവും നമ്മുടെ മറ്റെല്ലാ ഏർപ്പാടുകളും കഴിഞ്ഞതിന് ശേഷം അധ്വാനിച്ച് കുറേ സമ്പത്തൊക്കെ കൂട്ടി, സമ്പത്ത് വേണ്ട എന്നല്ല, കുറേ സമ്പത്തൊക്കെ ഉണ്ടാക്കി അത് തൻ്റെ കുടുംബത്തിനും തനിക്കും മാത്രമുള്ളതാക്കി കരുതി കൂട്ടി വെച്ച് അതൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ റബ്ബിനെ ഒന്ന് വണങ്ങാമെന്ന് വിചാരിക്കുന്നതല്ല. പടച്ച തമ്പുരാൻ്റെ ദീനിനെ ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ്റെ ദീനിനെ ഖിദ്മ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് റബ്ബ് പറഞ്ഞു. ഞാനൊരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സംരക്ഷിച്ച് കൊണ്ട് നടക്കാൻ എനിക്കറിയാമെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞ് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഞാൻ അവതരിപ്പിച്ച് ഞാനത് കൃത്യമായിട്ട് സംരക്ഷിക്കും. പടച്ച തമ്പുരാൻ അവൻ്റെ ദീനിനെ ഏതൊക്കെ ഭരണാധികാരികൾ വന്നാലും, ഏതൊക്കെ ക്രൂരതയുള്ള ഭരണാധികാരികൾ വന്നാലും, ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ദീനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും പടച്ച തമ്പുരാൻ്റെ ദീനിനെ സംരക്ഷിച്ചിരിക്കും. അങ്ങനെ റബ്ബ് താല സംരക്ഷിക്കുന്ന ദീനിനെ, ആ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ലഭ്യമാവുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. ഏറ്റവും വലിയ ഇബാദത്ത് റബ്ബിൻ്റെ ദീനിനെ ഖിദ്മ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റബ്ബിൻ്റെ ദീനിനെ ഖിദ്മ ചെയ്യാനുള്ള ഒരു കൂട്ടത്തെ വിശുദ്ധ ഖുർആന്, വിശുദ്ധ കലാമുകൾ അത് ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട്, മാത്രമല്ല പ്രബോധനത്തിന് വേണ്ടി പടച്ച തമ്പുരാൻ അയച്ച 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലുകൾ അവരെ അനുധാവനം ചെയ്തുകൊണ്ട്, അവരെ ഫോളോ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാരായ ആളുകൾ ഈ ദീന് ഈ ഖിയാമത്ത് നാൾ വരെ, ലോകം അസ്തമിക്കുന്നത് വരെ ഈ ദീനിനെ ഇവിടെ പ്രബോധനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പ്രബോധനം ചെയ്യാനുള്ള ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധ ദീനിന് അടുത്ത തലമുറക്ക് അതിൻ്റെ യാതൊരു പ്രഭയും കെട്ടുപോകാതെ, ചോർന്നു പോകാതെ, അതിന് യാതൊരു കളങ്കവുമില്ലാതെ, ഒരു ന്യൂനതയുമില്ലാതെ ഈ പരിശുദ്ധ ദീനിന് മഹാന്മാരായ ആളുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കെ ദീനെത്തിയ പ്രദേശമാണ് കേരളം. നമുക്ക് നമ്മുടെ പൂർവികരായ ആളുകൾ താബികളും താബികളും നമ്മുടെ കേരളീയ സാഹചര്യത്തിലുള്ള മഹദൂമിങ്ങളും സർവ്വ ഉലമാക്കളും നമുക്ക് കൈമാറി തന്ന ആ പരിശുദ്ധ ദീന്, അതിൻ്റെ പ്രഭ ഒട്ടും ചോർന്നു പോവാതെ അടുത്ത തലമുറക്ക് കൈമാറി കൊടുക്കാൻ ഇന്ന് നമ്മൾ പ്രാപ്തരാക്കിയെടുക്കുന്ന പണ്ഡിതന്മാർ ഹിഫ്ള് പഠിച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട്, മാത്രമല്ല മത നിയമങ്ങൾ പഠിച്ചുകൊണ്ട്, മതത്തിൻ്റെ മൂല്യങ്ങൾ പഠിച്ചുകൊണ്ട് അവർ നാളത്തെ തലമുറയ്ക്ക് അവർക്ക് പരിശുദ്ധ ദീനിനെ കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ ഇന്ന് ഇവരെ നമ്മൾ പ്രാപ്തരാക്കിയെടുക്കണം. അങ്ങനെയുള്ള ഖിദ്മ ഈ സംഘത്തിൻ്റെ ഇവിടെയുള്ള കമ്മിറ്റി, അലിഹാജി പ്രസിഡന്റായിട്ട് നിൽക്കുന്ന കമ്മിറ്റി, അവരുടെ ഉത്തരവാദിത്വം ഈ പ്രദേശത്തെ എന്താ ചോദിച്ചാൽ, റബ്ബ് ചോദിച്ചാൽ ഓരോ സെക്കൻഡുകളെ കുറിച്ചും, ഓരോ ചെറിയ നിസ്സാരമായ കാര്യങ്ങളെക്കുറിച്ചു കൃത്യമായിട്ട് ഉത്തരം ബോധിപ്പിക്കാതെ മഹിഷറിൽ നിന്നൊരു കാല് മുന്നോട്ട് വെക്കാൻ പടച്ച തമ്പുരാൻ അനുവദിക്കൂല. അപ്പൊ എന്തേ ചെയ്തത്? ആരോഗ്യം എന്തേ ചെയ്തത്? സമ്പത്ത് എന്തേ ചെയ്തത്? സൗകര്യങ്ങൾ എന്തേ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പടച്ച തമ്പുരാനെ, നിന്റെ ദീനിന് വേണ്ടി, നിന്റെ ദീന് ഈ ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടി, അതിന്റെ പ്രഭ ഒട്ടും ചോർന്നു പോവാതെ, നിന്റെ ദീനിന്റെ നൂറ് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി. വെളുമ്പത്ത് പ്രദേശത്ത് കണ്ണവത്ത് കമ്മിറ്റി ഉണ്ടാക്കി. അവിടെ കുട്ടികളെ നിന്റെ കലാമ് പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ദീന് പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രഗത്ഭരായ ആളുകളെ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങളെ ഹോസ്റ്റൽ നിർമ്മിക്കാൻ വേണ്ടി, ഇവിടെയുള്ള സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അലിഹാജി ഇവിടെ സൂചിപ്പിച്ചു 20 കുട്ടികളെ എടുക്കുന്നത്, 20 കുട്ടികളെ എടുക്കുന്നത് പറഞ്ഞു. ഇവിടെ നേരത്തെ ഞാൻ വന്നപ്പോൾ ഒരു മാന്യനായ സുഹൃത്ത്, ഒരു സഹോദരൻ, പഠിച്ചതുപോലെ അദ്ദേഹത്തെ കബൂൽ ചെയ്യട്ടെ, ഇവിടെ 10 ചാക്ക് സിമെന്റ് കൊടുത്തുകൊണ്ട് ഈ ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. നമ്മളൊക്കെ ദീനിന് വേണ്ടി നമ്മൾ കൂട്ടിവെച്ച മുതൽ, നമ്മൾ കൂട്ടിവെച്ച സൗകര്യങ്ങൾ ഒരു കാര്യവും ഉപകാരപ്രദമാവുകയില്ല.
സലീമായ കൽബോടുകൂടി റബ്ബിലേക്ക് മടങ്ങാൻ കഴിയണമെങ്കിൽ ഈമാൻ പൂർണ്ണമായ ഈമാനോടുകൂടി കലിമ ഉച്ചരിച്ചുകൊണ്ട് അവസാനം മടങ്ങാൻ കഴിയണമെങ്കിൽ റബ്ബ് ആഖിറം നന്നാക്കി തരട്ടെ. നമ്മുടെ അവസാനം കലിമ ചൊല്ലി ഭരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് സലാമത്താക്കട്ടെ. അങ്ങനെ പോവാൻ കഴിയണം. കോടിക്കണക്കിന് ആസ്തികൾ ഉണ്ടായത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവില്ല. അത് പടച്ച തമ്പുരാന്റെ ദീനിന്, പടച്ച തമ്പുരാന്റെ കയ്യിൽ, പടച്ച തമ്പുരാന്റെ ഖജനാവിൽ പൈസ ഇല്ലാത്തത് കൊണ്ടല്ല എല്ലാവർക്കും കൊടുക്കാത്തത്. പക്ഷെ കിട്ടിയിരിക്കുന്ന ആളുകൾ അതെൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാലോചിക്കാതെ പരിശുദ്ധ ദീനിന്റെ ഖിദ്മ ചെയ്യാൻ കഴിയണം. നമ്മുടെ കയ്യിലുള്ള സമ്പത്തുകൾ പടച്ച തമ്പുരാൻ ചോദിക്കുമ്പോൾ, ഞാൻ പടച്ച തമ്പുരാനെ മാശല്ലത്തിൽ ചോദിക്കുമ്പോൾ ഇപ്പം പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ, അപകട മരണങ്ങളൊക്കെ റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. മാരകമായ അസുഖങ്ങളൊക്കെയാണ് നാട്ടിലൊക്കെ കേൾക്കുന്നത്. റബ്ബ് എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസകരമായ രോഗങ്ങളെ തൊട്ടും റബ്ബ് തആല കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മളൊക്കെ പടച്ച തമ്പുരാന്റെ ദീനിന്, അതിൻ്റെ വേണ്ടി, അതിൻ്റെ ഖാദിമായിട്ട് റബ്ബ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ റബ്ബിൻ്റെ ദീനിന് അതിൻ്റെ ഖാദിമായിട്ട് അതിന് എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ, അത് ഈ വെളുമ്പത്തെ പ്രദേശത്ത് മാത്രമൊന്നുമില്ല, നാട്ടിലുള്ള സർവ്വ പ്രദേശങ്ങളിലും പടച്ച തമ്പുരാന്റെ ദീന് അത് ഇസ്സത്തോടെ നിലനിൽക്കുന്നതിന് വേണ്ടി റബ്ബ് അങ്ങനെ കൊണ്ടു നടക്കും. ഏതാളുകൾ, ഏത് ശത്രുക്കൾ വന്നാലും റബ്ബിൻ്റെ ആ സമയം വരെ ആ ദീന് പടച്ച തമ്പുരാൻ കൃത്യമായിട്ട് അത് കൊണ്ടു നടക്കും. എന്നാലോ അതിൽ സഹകരിക്കാൻ കഴിഞ്ഞാൽ അത് കിട്ടുക ഒരു തൗഫീഖാണ്. എല്ലാവർക്കും റബ്ബ് കൊടുക്കൂല, എല്ലാവർക്കും കൊടുക്കൂല. കമ്മിറ്റീൻ്റെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും ട്രഷറർ ആയാലും കൊടുക്കൂല. എന്നാലോ അതിനോട് ചേർന്ന് നിൽക്കാൻ ഇത്തരമൊരു സംരംഭങ്ങളൊക്കെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, സെക്രട്ടറി സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ട്രഷറർ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ മെമ്പർ സ്ഥാനത്തേക്ക് അങ്ങനെ ഒരു തൗഫീക്ക് കിട്ടി കടന്നു വന്നാൽ ഇത് കൃത്യമായിട്ട് ഉത്തരവാദിത്വം 100% പടച്ച തമ്പുരാനെ പേടിച്ചുകൊണ്ട് ഈ ദീനിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയണം. പടച്ച തമ്പുരാൻ നമുക്കൊക്കെ അങ്ങനെയുള്ള അവസരങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയൊക്കെ പടച്ച തമ്പുരാൻ കബൂൽ ചെയ്യട്ടെ. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മഹാരഥന്മാരായ ആളുകളുടെ പടച്ച തമ്പുരാൻ അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും നന്നാക്കി തരട്ടെ. നമുക്ക് പടച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളിൽ തഖ്വ നിറച്ചു തരട്ടെ. റിയാ പോലെയുള്ള, കിബർ പോലെയുള്ള, അല്ലെങ്കിൽ അസൂയ പോലെയുള്ള എല്ലാവിധ രോഗങ്ങളെ തൊട്ടും പടച്ച തമ്പുരാൻ നമ്മുടെ ഹൃദയത്തെ മുക്തമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഇന്നിവിടെ ഈ ഖുർആൻ പൂർത്തീകരിച്ച അദ്ദേഹത്തിൻ്റെ പേര് അനസ്, ഈ മോന് അവരുടെ കുടുംബത്തിനും പടച്ച തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് ഇവിടെയുള്ള ഈ പരിപാടികൾ മാന്യനായ ഹാഫിദ് ജിബ്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്, അലി ഹാജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കമ്മിറ്റി, ഇവർക്കൊക്കെയും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തിരുവാക്യത്തിൽ ഈ മജ്ലിസ് ഔപചാരികമായി ഉദ്ഘാടനം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024 പരിശുദ്ധ റമളാനിന്റെ പവിത്രമായ രാവുകളിൽ അന്നത്തെ മഹല്ല് കമ്മിറ്റി അള്ളാഹുവിന്റെ വജഹ് മാത്രം ലക്ഷ്യമാക്കി ഹിഫ്ള് കോളേജ് ആശയം പങ്കുവച്ചു. മാഷാ അല്ലാഹ്, 2024 മെയ് 16 ഇന്ന് നമുക്ക് മുന്നിലുള്ള ആദരണീയരായ TPC തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച ഈ മിഷ്കാത്ത് ഹിഫ്ള് കോളേജ് 2 വർഷം കൊണ്ട് പടച്ചവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് മുന്നിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത് ഇസ്സത്തോടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ചാരിതാർത്ഥ്യത്തോടെ ലക്ഷ്യസാഫല്യത്തിലേക്ക് ഇന്നിതാ മിഷ്കാത്ത് കോളേജിൽ നിന്നും ഒരു പൊന്നുമേ